എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ അനിഴം, രോഹിണി നക്ഷത്രക്കാർ, ഈ രണ്ട് നക്ഷത്രക്കാർക്കും സാമ്പത്തികപരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയും ജോലിയിലുള്ള തടസ്സങ്ങൾ, സ്വന്തമായിട്ട് വീടില്ല, ഇല്ലെങ്കിൽ അനിഴം രോഹിണി നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കുന്നില്ല, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ല, വിദേശത്ത് പോകാൻ പറ്റുന്നില്ല, വാടകയ്ക്കാണ് കിടക്കുന്നത്. ഈ രണ്ട് നക്ഷത്രക്കാർക്കും പരിഹാരമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്താൽ മതി. അനിഴം രോഹിണി നക്ഷത്രക്കാർക്കും ഒരേപോലെ രക്ഷപ്പെടാൻ. രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രം ശരിക്കും പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ രാജാവെന്ന് പറയാം. എനിക്കറിയാവുന്ന മിക്ക രോഹിണി നക്ഷത്രക്കാരും സമ്പൽ സമൃദ്ധി ഐശ്വര്യമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ പകുതി ആൾക്കാരും അവർ തന്നെ പറയുന്നുണ്ട്, അയ്യോ തിരുമേനി ചുമ്മാതെ പറയുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക. പക്ഷേ അവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർ സ്നേഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ക്യാഷ് കടം കൊടുക്കും. ക്യാഷ് കടം കൊടുക്കുമ്പോൾ കിട്ടാതെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങളുടെ നഷ്ടം കൊള്ളത്തില്ലെന്ന്. അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്യാഷ് ആർക്കും കടം കൊടുക്കാതിരിക്കുക, 1000 രൂപയ്ക്കുള്ളിൽ കൊടുക്കാതിരിക്കുക, സ്നേഹബന്ധങ്ങൾ നഷ്ടമാകും, കടം കൊടുക്കുക. അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിഴം നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലമുള്ള ആൾക്കാരാണ്. ആരെയും പറ്റിക്കാനും അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രം കൂടെയാണ്. എന്നാൽ അനിഴം നക്ഷത്രക്കാരെ ബാക്കി എല്ലാ നക്ഷത്രക്കാരും വന്ന് പറ്റിക്കാറുണ്ട്. അതായത് ചതിയിലൂടെ കൈക്കലാക്കാൻ നോക്കും. ഇവർ പകുതി വരെ ഉയർച്ചയെ വരും, വീണ്ടും പഴയതുപോലെ തന്നെ താഴോട്ട് വരും. ശത്രുദോഷങ്ങൾ, അതായത് ബന്ധുക്കളുടെ ശത്രുദോഷങ്ങൾ, പരിസരവാസികൾ, കൂട്ടുകാർ, എല്ലാ ആൾക്കാരും ഇവരുടെ കൂടെ കൂടിയിട്ട് ഇവർ നല്ല ചെയ്യുന്ന പ്രവർത്തികൾ നെഗറ്റീവ് കണ്ടുപിടിക്കും, ഇവരെ മാനസികപരമായി തളർത്തി കളയും. അപ്പോൾ എന്തുകൊണ്ടും അനിഴം നക്ഷത്രക്കാർക്കും രക്ഷപ്പെട്ടു വരുന്ന സമയത്ത് ഈ ശത്രുദോഷം അല്ലാതെ ഇവരെ തടസ്സം ചെയ്യും. അതേപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്കും പകുതി വരെ വരും, പകുതിയും രക്ഷപ്പെടത്തില്ല, വീണ്ടും സമയദോഷങ്ങളാണെന്ന് പറഞ്ഞ് അവരിയ്ക്കും. അപ്പോൾ ഈ രണ്ട് നക്ഷത്രക്കാർക്കും ഒരേപോലെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങൾ കാണും. ഈ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ സാധാരണ ഉപപ്രതിഷ്ഠ ഉള്ളിടത്ത് പോകരുത്. ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാൻ ശിവന് ആദ്യമേ നല്ല പോലെ ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾ തൊഴുക. അപ്പം ശിവഭഗവാനെ തൊഴുന്നിപ്പുറം നന്ദി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വേണം ഭഗവാനെ തൊഴാൻ. എന്നിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഒരു 3 പ്രദക്ഷിണം വെക്കുക. രോഹിണിയും അതേപോലെ തന്നെ അനിഴം നക്ഷത്രക്കാരും 3 പ്രദക്ഷിണം വെച്ചിട്ട് അറിയാലോ, ഓവം മുറിച്ച് തന്നെയാണ് നമ്മൾ 3 പ്രദക്ഷിണം വെക്കേണ്ടത്. നമ്മുടെ പേർക്ക് രുദ്രാഭിഷേകം എന്ന് പറഞ്ഞൊരു അഭിഷേകമുണ്ട്. ഈ രുദ്രാഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളിൽ വരുന്ന നെഗറ്റീവ് എനർജികളെ പോസിറ്റീവ് ആക്കാനും കഠിനമായ ജാതകദോഷങ്ങളും ശത്രുദോഷങ്ങളും ആഭിചാര ദോഷങ്ങളും നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും മാറാൻ വേണ്ടിയാണ് രുദ്രാഭിഷേകം നടത്തുന്നത്. രുദ്രാഭിഷേകം പല ക്ഷേത്രത്തിൽ പല ചാർജാണ്. നമ്മൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊന്ന് തിരക്കിയതിന് ശേഷം മാത്രം രുദ്രാഭിഷേകം നടത്തുക. ചാർജിൽ കൂടുതലാണെങ്കിൽ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. ചെറിയ ചാർജൊക്കെ ആണെങ്കിൽ ഇത് ആഴ്ച ചെയ്യാം രുദ്രാഭിഷേകം. രുദ്രാഭിഷേകത്തിൻ്റെ കൂടെ തന്നെ മഹാദേവന് നമ്മളൊരു ചന്ദ്രക്കല സമർപ്പിക്കുക. ഒരു വെള്ളിയുടെ ചന്ദ്രക്കല മേടിച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ വെച്ചിട്ട് 3 തവണ ഒഴിഞ്ഞിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറ്റിത്തണ്ടെന്ന് പ്രാർത്ഥിച്ച് ചന്ദ്രക്കലയുടെ കൂടെ തന്നെ നമ്മുടെ ഒരു ആൾരൂപം വെക്കുക. അപ്പോൾ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ശത്രുദോഷം ഉണ്ടാകാം, ബന്ധുക്കളുടെ പാര ഉണ്ടാകാം, പരിസരവാസികൾ, കൂട്ടുകാരികൾ. പകുതി ഈ അനിഴം നക്ഷത്രക്കാർക്ക് എന്ത് ബിസിനസ്സുകൾ തുടങ്ങിയാലും മുടങ്ങിപ്പോവുക, ഇല്ലെങ്കിൽ സ്ഥാപനത്തിൽ കയറാൻ പറ്റാതെ വരിക, എല്ലാ കാര്യങ്ങൾക്കും മടി വരിക, ശനിദോഷങ്ങളിൽ ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നത്. ഇതൊക്കെ മാറാൻ വേണ്ടി മഹാദേവന് ചന്ദ്രക്കലയും ആൾരൂപവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി രുദ്രാഭിഷേകവും കൂടെ ചെയ്യുമ്പം അനിഴം നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. അനിഴം നക്ഷത്രക്കാരും രോഹിണി നക്ഷത്രക്കാരും ഇത് ഒരു തവണ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം തൊട്ടുള്ള നെഗറ്റീവ് മാറി പോസിറ്റീവ് എനർജി ഉണ്ടാകും. അപ്പോൾ ഈ ആൾരൂപവും ചന്ദ്രക്കലയും നമ്മുടെ ജന്മ നക്ഷത്രത്തിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇത് ഒറ്റ തവണ ചെയ്താൽ മതി. പിന്നെ അതായത് നമ്മുടെ പക്കപ്പിറന്നാൾ ഓരും രുദ്രാഭിഷേകവും അതേപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹത്തിൽ അനിഴം നക്ഷത്രക്കാർക്കും അതേപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്കും സാമ്പത്തികപരമായ ഉയർച്ചകൾ ഉണ്ടാകും. ജാതകത്തിലെ ദോഷങ്ങൾ മാറിക്കിട്ടും, ശത്രുദോഷം ഉണ്ടാകത്തില്ല. അതായത് ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഒരു പൂർണ്ണമായിട്ടൊരു മടി മാറിക്കിട്ടും. നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ പിന്നെ ആട്ടെ നാളെ ആട്ടെ ആ ഉള്ള ഒരു മടികൾ മാറിക്കിട്ടും. ജോലി കൃത്യമായി പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും, നമുക്ക് വാഹനങ്ങൾ മേടിക്കാനൊക്കെ ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ വീട് പണി പകുതിക്കൊക്കെ വെച്ച് മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിനൊരു തീരുമാനമാകും. നമ്മൾ 4 ദിക്കിൽ നിന്നും ലോണുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക
നഷ്ടങ്ങളൊക്കെ പറയും, നമുക്ക് ലോണുകളൊക്കെ പാസ്സാകും. ഈ ലോണുകൾ കിട്ടിയാൽ തന്നെ നമുക്ക് ഉയർന്ന ജോലിയിലുള്ള ശമ്പളം കിട്ടാൻ ഇതുണ്ടാകും. രോഹിണി നക്ഷത്രക്കാർക്ക്, അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. അപ്പോൾ മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ തന്നെ സാമ്പത്തിക, അതായത് കടബാധ്യതകളില്ലാതെ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റും. ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുക. അപ്പോൾ അനിഴം നക്ഷത്രക്കാരും രോഹിണി നക്ഷത്രക്കാരും ശിവക്ഷേത്രത്തിൽ പോയി ഒരു കാര്യം ചെയ്യുക. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പറഞ്ഞു തരുന്നതാണ്.